വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ബാർക്കോഴ ആരോപണത്തിൽ ബിജു രമേശിനെതിരായ മാനനഷ്ട കേസിൽ തുക കുറച്ച കെ എം മാണി 10 കോടി നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് നേരത്തെ ഹർജി നൽകിയിരുന്നു. നഷ്ടപരിഹാര തുക 20 ലക്ഷം മതിയെന്ന് പുതിയ ഹർജിയിലൂടെ കോടതിയെ അറിയിച്ചു. മാണിയുടെ ഒളിച്ചോട്ടത്തോടെ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടെന്ന് ബിജു രമേശ് പ്രതികരിച്ചു. ബാർക്കോഴ ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരെ തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ നിന്നാണ് മാണിയുടെ പിന്മാറ്റം. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു കേസ്. 10 കോടി വേണ്ട, 20 ലക്ഷം നഷ്ടപരിഹാരം മതിയെന്ന് കാണിച്ചാണ് പുതിയ ഹർജി. കോടതി ചെലവായ 15 ലക്ഷം രൂപ അടയ്ക്കേണ്ട ഘട്ടത്തിലാണ് മാണിയുടെ പിന്മാറ്റം. കെ എം മാണിയുടെ ഒളിച്ചോട്ടത്തോടെ ആരോപണങ്ങൾ ശരിവെക്കപ്പെട്ടതായി ബിജു രമേശ് പീപ്പിളിനോട് പറഞ്ഞു. അവരുടെ ഭരണം കംപ്ലീറ്റ് ഇരിക്കുകയായിരുന്നു. അപ്പൊ 10 കോടി രൂപ കൂടി എന്റെ നിന്ന് ഈടാക്കാം, കേസ് അട്ടിമറിച്ചുകൊണ്ട് ഈടാക്കാമെന്നാണ് മാണിസാർ ധരിച്ചത്. പക്ഷെ ഇപ്പൊ സത്യം പുറത്തു വരുമെന്നായപ്പോ മാണിസാറിന് തന്നെ ഇപ്പൊ സമനില തെറ്റിപ്പോയി. കാര്യങ്ങൾ വസ്തുതകൾ പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ കള്ളം തെളിയും എന്നുള്ള ഉറപ്പായപ്പോഴത്തേക്കാണ് 10 കോടി രൂപ ആവശ്യപ്പെടുന്ന മാണിസാർ 20 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങിയത്. അതേസമയം മാണിക്കെതിരായ അന്വേഷണ പുരോഗതിയിൽ വിജിലൻസ് തൽസ്ഥിതി റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. 7 സാക്ഷിമൊഴികളും 28 രേഖകളും പരിശോധിച്ചു. പ്രാഥമികമായി ആരോപണത്തിൽ തെളിവുണ്ടെന്നും വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ശാസ്ത്രീയ പരിശോധനകൾക്ക് കൂടുതൽ സമയം വേണമെന്ന വിജിലൻസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി നിസാം ജയിലിൽ ഫോൺ ഉപയോഗിക്കുന്നതായി കണ്ടെത്തൽ. 2 ഫോൺ നമ്പറുകളിൽ ജയിലിൽ ഉപയോഗിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഫോൺ സംഭാഷണങ്ങളുടെ ശബ്ദരേഖ പുറത്തുവന്നു. അതിനിടെ നിസാം ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയതായി സഹോദരങ്ങൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുഹമ്മദ് നിസാം ഫോണിലൂടെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നിസാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായി സഹോദരന്മാർ ആരോപിക്കുന്നത്. 97 46 57 65 53 87 69 73 13 02 എന്നീ 2 നമ്പറുകൾ ഉപയോഗിക്കുന്ന നിസാം ദിവസവും വൈകിട്ട് 5 മണിക്ക് ശേഷം കുടുംബ ബിസിനസ്സായ കിങ്സ് കമ്പനി ജീവനക്കാരെ വിളിക്കാറുണ്ടെന്നാണ് ആരോപണം. ഒക്ടോബർ 20-ന് 80 86 0 77 77 7 എന്ന നമ്പറിൽ നിന്നാണ് അബ്ദുൾ നിസാർ, അബ്ദുൾ റസാഖ് എന്നിവർക്ക് കോളുകൾ വന്നത്. ബീഡി കമ്പനിയിലെ ഇടപാടുകളെക്കുറിച്ച് സംസാരിച്ച നിസാം ലാഭവിഹിതം കേസ് നടത്തിപ്പിനായി മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനു തയ്യാറായില്ലെങ്കിൽ കുടുംബത്തെ ഉൾപ്പെടെ ഇല്ലാതാക്കുമെന്ന് ഭീഷണി മുഴക്കി. എന്ത് ഷോ കാണിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന മുഹമ്മദ് നിസാമിനെ ബാംഗ്ലൂരിലെ വധശ്രമ കേസിനായി ഒക്ടോബർ 20-ന് വിട്ടു നൽകിയിരുന്നു. ഈ ദിവസമാണ് നിസാം സഹോദരന്മാരെ വിളിച്ച് ഭീഷണി മുഴക്കിയത്. നിസാമിന്റെ സുഹൃത്ത് ചിമ്പൂട്ടൻ എന്ന് വിളിക്കുന്ന ഷിബിന്റെ നമ്പറിൽ നിന്നാണ് ബാംഗ്ലൂരിൽ നിന്ന് കോൾ വന്നത്. കോളിന്റെ ശബ്ദരേഖകളും സഹോദരന്മാർ പരാതിക്കൊപ്പം പോലീസിന് നൽകി. കമ്പനി മാനേജർ രതീഷിന്റെ സഹായത്തോടെ തടവിലിരിക്കുന്ന മുഹമ്മദ് നിസാം ഫോണിലൂടെ ബിസിനസ് നിയന്ത്രിച്ചതായാണ് ആരോപണം. വധഭീഷണിയുള്ളതിനാൽ പോലീസ് സംരക്ഷണം നൽകണമെന്നും ആവശ്യമുണ്ട്. ജയിലിനുള്ളിൽ ഫോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചു എന്ന ആരോപണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന്റെ ജയിലിലെ ഫോൺ വിളിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് തേടി. ജയിൽ DGP അനികാന്തിനോടാണ് റിപ്പോർട്ട് തേടിയത്. ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അനർഹമായ സൗകര്യങ്ങളും പരിഗണനയും കിട്ടിയോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശിച്ചു. അടിയന്തരമായി ഇടപെട്ട് നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ജയിൽ മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫാക്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജറുടെ വീട്ടിൽ നടന്ന CBI റെയ്ഡിൽ മാൻതോലും നിക്ഷേപവും കണ്ടെത്തി. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, റെയ്ഡിൽ അപ്രതീക്ഷിതമായാണ് മാൻതോല് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ. 5 ജിപ്സം വിൽപ്പനയിൽ നടന്ന കോടികളുടെ ക്രമക്കേട് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ഫാക്ടിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ഓഫീസുകളിലും CBI റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീനാഥ് കമ്മത്തിന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് പുള്ളിമാൻ തോൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ CBI വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. കോടനാട് റേഞ്ച് ഓഫീസർ ഫ്ളാറ്റിലെത്തി പുള്ളിമാൻ തോൽ സീൽ ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. പരിശോധനാ സമയത്ത് ശ്രീനാഥ് കമ്മത്ത് ബംഗളൂരുവിലായിരുന്നു. പൂട്ടിക്കിടന്ന വീടിന്റെ താക്കോൽ CBI ഉദ്യോഗസ്ഥർക്ക് നൽകിയത് തൊട്ടടുത്ത് താമസിക്കുന്ന ശ്രീനാഥ് കമ്മത്തിന്റെ പിതാവായിരുന്നു. മാൻതോൽ കൈവശം വെച്ചതിന് ശ്രീനാഥ് കമ്മത്തിനെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾ കൊച്ചിയിലെത്തിയാൽ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുകൂടാതെ ശ്രീനാഥിന് 6 ബാങ്ക് അക്കൗണ്ടുകളിലായി 86 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം ഉള്ളതായും CBI കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം
ഫാക്ട് CMD ജയവീർ ശ്രീവാസ്തവ അടക്കം 7 പേർക്കെതിരെ CBI കേസെടുത്തു. ജിപ്സം വിൽപ്പനയുമായി ബന്ധപ്പെട്ട കോടികളുടെ ക്രമക്കേട് കണ്ടതിനെ തുടർന്നാണ് കേസെടുത്തത്. ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് CBI വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അഞ്ജു. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തന്റെ ഔദ്യോഗിക ഫോണും ഇമെയിലും ചോർത്തിയതായി വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ്. അന്വേഷണം ആവശ്യപ്പെട്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് ജേക്കബ് തോമസ് കത്ത് നൽകി. സംസ്ഥാനത്ത് നിലവിലുള്ള ചട്ടത്തെ ദുരുപയോഗം ചെയ്യുന്നതായും വിജിലൻസ് ഡയറക്ടർ കത്തിൽ ഉന്നയിക്കുന്നു. തന്റെ ഔദ്യോഗിക ഫോണും ഇമെയിലും ചോർത്തിയതായി ആരോപിച്ചാണ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് കത്ത് DGPക്ക് കൈമാറിയത്. ഇമെയിൽ ഹാക്ക് ചെയ്തതായി സംശയമുള്ളതായും മൊബൈൽ ഫോൺ അടക്കമുള്ളവ ചോർത്തിയതായുമാണ് കത്തിൽ ജേക്കബ് തോമസ് ഉന്നയിക്കുന്നത്. കേരളത്തിൽ നിലവിലുള്ള ചട്ടമനുസരിച്ച് DGPയുടെ അനുമതിയോടെ IG തലത്തിലുള്ള ഉദ്യോഗസ്ഥന് ഒരാഴ്ച വരെ ആരുടെയും ഫോൺ ചോർത്തുന്നതിന് അനുമതിയുണ്ട്. ഈ ചട്ടത്തെ ദുരുപയോഗം ചെയ്യുന്നതായും ഇത് പിൻവലിക്കണമെന്നും ജേക്കബ് തോമസ് പരാതിയിൽ ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിലെ ഉന്നതരുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ചോർത്തലിനെ ഗൌരവമായി കാണണമെന്നും ജേക്കബ് തോമസ് അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഭ്യന്തരമന്ത്രി അറിയാതെ ഫോൺ ചോർത്താൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന തനിക്ക് ഫോൺ ചോർത്തൽ എങ്ങനെയെന്ന് വ്യക്തമായി അറിയാമെന്നും ചെന്നിത്തല പറഞ്ഞു. ഇല്ല, അങ്ങനെ കേരളത്തിൽ ഞാൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ഒരു മന്ത്രി കൂടിയായിരുന്നല്ലോ. എനിക്കറിയാം ഇങ്ങനെ ഫോൺ ചോർത്താൻ കഴിയുമെന്നുള്ളത്. ഫോൺ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ. അല്ലാതെ ഇൻ്റലിജൻസിന് മാത്രമേ അത് കഴിയൂ. അത് ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയില്ലാതെ ഒരു ഫോണും ആരുടെയും ചോർത്താൻ കഴിയില്ല. ആരുടെ അത് ചെയ്യാൻ കഴിയില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ADGP ആയിരിക്കണം. അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ ആളുകളുടെ ഫോണൊന്നും ചോർത്താൻ കഴിയില്ല. ചിലർക്ക് അറിയാൻ വയ്യാതെ പറയുന്നതാണ് എൻ്റെ ഫോൺ ചോർത്തുന്നതൊക്കെ ഓരോരുത്തർ വിളിച്ച് പറയുമല്ലോ. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ ചെയ്യുന്നതിന് ചില വ്യവസ്ഥാപിതമായ നടപടികളുണ്ട്. അതല്ലാതെ ആരുടെയും ഫോൺ അങ്ങനെ ചോർത്താനൊന്നും കഴിയില്ല. നമ്മുടെ രാജ്യത്ത് വലിയ കുറ്റകരമായ കാര്യമാണ്. അത് വേറെ, അത് ഹാക്ക് ചെയ്യുന്നത് അത് വേറൊരു രീതിയാണ്. ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യുക എന്നൊക്കെ പറയും. ഒരു പൗരൻ്റെ ഫോൺ ചോർത്തുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചില കേസുകൾ വേണ്ടി വരും. ഇപ്പോൾ രാജ്യദ്രോഹം, തീവ്രവാദം, ചില തന്ത്രപ്രധാനമായ കേസുകൾ എന്നിവയ്ക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അതും അനുമതി വേണം. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചോർത്താൻ കഴിയുള്ളൂ. അല്ലാതെ ചോർത്താൻ കഴിയില്ല. അതിന് പ്രത്യേക രീതികളുണ്ട്. ആരുടെയൊക്കെ ചോർത്തണം ഇൻ്റർസെപ്റ്റ് ചെയ്യണമെന്നുള്ളതിന് ഞാൻ പറഞ്ഞല്ലോ, ഭീകരവാദം, തീവ്രവാദം, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ പിന്നെ അത്രയും തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഗവൺമെൻറ്റിന് ആവശ്യമാണ് എന്ന് വന്നാൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെ ആരുടെയും ചെയ്യാറില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പറ്റില്ല. തിരികെ വാർത്തകളിലേക്ക്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനെ 1 മാസത്തിനകം വധിക്കുമെന്ന ഭീഷണിക്കത്ത്. കണ്ണൂർ ടൗൺ CIക്കാണ് ഭീഷണിക്കത്ത് ലഭിച്ചത്. വിവരങ്ങൾ നൽകാൻ ജോഷില ചേരുകയാണ്. ജോഷില, എപ്പോഴാണ് ഇത്തരത്തിലൊരു കത്ത് ലഭിച്ചത്? എന്താണ് കത്തിന്റെ ഉള്ളടക്കം? കത്തിന്റെ ഉറവിടം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അഞ്ജു, കണ്ണൂർ ടൗൺ CIക്കാണ് ഇത്തരത്തിൽ ഒരു കത്ത് ലഭിച്ചിരിക്കുന്നത്. പേര് രേഖപ്പെടുത്താത്ത വിധത്തിലാണ് കത്ത് ലഭിച്ചിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജനെ എത്രയും പെട്ടെന്ന് തട്ടിക്കളയും എന്നാണ് കത്തിന്റെ ഉള്ളടക്കം. ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, ഇതിനായി 1 മാസത്തിനകം തന്നെ കൊല്ലുമെന്നും ഇതിനായി നിരീക്ഷിക്കാനായി ഒരാളെ നിയോഗിച്ചു കഴിഞ്ഞുവെന്നും കത്തിലുണ്ട്. മാത്രമല്ല, പോലീസ് നിയോഗിച്ച സെക്യൂരിറ്റിയെ പിൻവലിക്കണം. പോലീസ് സെക്യൂരിറ്റിയെ പിൻവലിച്ചില്ലെങ്കിൽ പോലീസിന് പരിക്ക് പറ്റുന്ന രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കും എന്നും കത്തിൽ സൂചനയുണ്ട്. കീപ്പർ ഓഫ് ഓർഡർ എന്ന പേരിലാണ് കത്തയച്ചിരിക്കുന്നത്. പോലീസ് സംഭവത്തെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ആരാണിത് അയച്ചിരിക്കുന്നത് എന്നുള്ള സൂചന പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാലും പോലീസ് ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
അഞ്ജു. ജോഷ്ല, എന്തായാലും ഒരു മാസത്തിനിടെ ഇത് രണ്ടാമത്തെ കത്താണ് പി ജയരാജനെതിരെ ഒരു ഭീഷണി കത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ണൂരിൽ അടുത്തിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളുടെ ഒക്കെ ഒരു ബാക്കി പത്രം എന്നോണമാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി കത്ത് ഉണ്ടായിരിക്കുന്നത്. സൗമ്യ, നേരത്തെ പി ജയരാജന് കത്ത് അയച്ചിരിക്കുന്നത് IS എന്നുള്ള കണ്ണൂർ കേന്ദ്രമാക്കിയുള്ള IS എന്നുള്ള രൂപത്തിലായിരുന്നു. അത് പി ജയരാജൻ അന്ന് മുസ്ലിം തീവ്രവാദികൾക്കെതിരെ പ്രതികരിച്ചു. അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു പി ജയരാജനെ വധിക്കും എന്നുള്ള പേരിൽ കണ്ണൂർ കേന്ദ്രമാക്കിയുള്ള ISന്റെ പേരിലായിരുന്നു അന്ന് വധഭീഷണി കത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കത്ത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പി ജയരാജനാണ്. അതുകൊണ്ട് തട്ടിക്കളയുക തന്നെ ചെയ്യും. കീപ്പർ ഓഫ് ഓർഡർ എന്നുള്ള പേരിലാണ് കത്തയച്ചിരിക്കുന്നത്. എന്തായാലും ഒരു മാസത്തിനകം പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ കൊല നടത്തും എന്നുള്ള രീതിയിലാണ് കത്തയച്ചിരിക്കുന്നത്. പോലീസിന് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. സെക്യൂരിറ്റിയെ പിൻവലിക്കണം എന്നുള്ള രീതിയിലടക്കം, പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലടക്കമാണ് കത്ത് അയച്ചിരിക്കുന്നത്. ടൗൺ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കത്ത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അഞ്ജു. ശരി, വ്യക്തമാണ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ ഒരു മാസത്തിനകം വധിക്കുമെന്ന തരത്തിൽ ഭീഷണി കത്ത് ലഭിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ജോഷില നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. കണ്ണൂരിൽ വീണ്ടും RSS ആക്രമണം. ചെറുവാഞ്ചേരിയിൽ CPM നേതാവും കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ A. അശോകന്റെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. ആക്രമണത്തിൽ ഗൺമാന് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ RSS ജില്ലാ നേതൃത്വമെന്ന് അശോകൻ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി പി ജയരാജൻ അശോകന്റെ വീട് സന്ദർശിച്ചു. CPM ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗവും കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ A. അശോകന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഉഗ്രശേഷിയുള്ള ബോംബുകളാണ് വീടിന് നേരെ എറിഞ്ഞത്. അശോകന്റെ ഗൺമാനും കണ്ണൂർ AR ക്യാമ്പിലെ പോലീസുകാരനുമായ A. രഞ്ജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു. രഞ്ജിത്തിനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി പി ജയരാജൻ A. അശോകന്റെ വീടും ഒപ്പം പരിക്കേറ്റ ഗൺമാൻ രഞ്ജിത്തിനെയും സന്ദർശിച്ചു. കണ്ണൂർ വീണ്ടും കലാപഭൂമിയാക്കാനുള്ള RSS നിരന്തര ശ്രമം നടത്തുന്നുവെന്ന CPM ആരോപണം ശരിവെക്കുന്നതായിരുന്നു ഇന്നലെ രാത്രി നടന്ന ആക്രമണം. അപ്പോൾ നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യാതൊരു സംഘർഷവും ഉണ്ടായിരുന്നില്ല. ആ സംഘർഷം വീണ്ടും കുത്തിപ്പൊക്കാനാണ് RSS അശോകന്റെ വീട്ടിന് നേരെ ആക്രമണം നടത്തിയത്. അശോകനെ അപായപ്പെടുത്താനുള്ള നീക്കമാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. CPMനോട് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് കെട്ടിടം വേണമെന്നാണ്. അപ്പോൾ അതിന്റെ പ്രവർത്തനം നടത്തുന്നതാണ് RSSകാരെ അലോസരപ്പെടുത്തിയത്. അതിൽ നിന്നും CPMനെ പിന്തിരിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ബോംബാക്രമണം. പക്ഷേ അതുകൊണ്ടൊന്നും CPIM പിന്മാറാൻ വേണ്ടി പോകുന്നില്ല. അവിടെ ഞങ്ങൾ സ്ഥിരമായി പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനത്തെപ്പറ്റി പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. RSS വിട്ട് A. അശോകൻ CPIമിലേക്ക് വന്നതോടെ RSS കേന്ദ്രമായിരുന്ന ചെറുവാഞ്ചേരിയിൽ നിന്നും വൻ ജനക്കൂട്ടമാണ് CPIമിലേക്ക് വന്നത്. ഇതോടെ വാടക കെട്ടിടത്തിൽ ആരംഭിച്ച CPIM ബ്രാഞ്ച് ഓഫീസ് 33 തവണയാണ് RSS തകർത്തത്. 24-ന് ചെറുവാഞ്ചേരിയിൽ CPIM ഓഫീസിന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ശിലാസ്ഥാപനം നടത്താനിരിക്കെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ധർമ്മടം വെള്ളൊഴുക്കിലെ RSS കേന്ദ്രത്തിൽ നിന്നും ഉഗ്രശേഷിയുള്ള ബോംബ് ശേഖരം പോലീസ് കണ്ടെടുത്തിരുന്നു. മാത്രമല്ല, കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് നടത്തിയ റെയ്ഡിലും RSS കേന്ദ്രങ്ങളിൽ നിന്നും വൻ ആയുധശേഖരമാണ് കണ്ടെത്തിയത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മാധ്യമങ്ങളെ ഇനിയും കോടതിക്ക് പുറത്ത് നിർത്തരുതെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ഒരു വിഭാഗം അഭിഭാഷകരാണ് പ്രശ്നങ്ങൾക്ക് പിന്നിൽ. ഇക്കാര്യം ചീഫ് ജസ്റ്റിസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അറിയാനുള്ള അവകാശത്തെ തടയരുതെന്നും സ്പീക്കർ പറഞ്ഞു. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായ പോലീസ് കേസ് പിൻവലിക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയുണ്ടായി. ഇന്നലെ രാവിലെ തന്നെ അദ്ദേഹം 7:30 മണിയോടുകൂടി ലോ സെക്രട്ടറിയെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കൺസേൺ അറിയിക്കുകയും നിയമസഭയുടെ ഗൗരവപൂർണമായ ഒരു പ്രതികരണമായിട്ട് ഇതിനെ സമീപിക്കുകയും ചെയ്യാമെന്നും. ഈ തരത്തിലുള്ളൊരു പ്രവണത ആദ്യമായിട്ടാണ് കാണുന്നത്. മുളകിലെ നുള്ളിക്കളഞ്ഞേ മതിയാകൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അഭിഭാഷക സമൂഹമാകെ മോശക്കാരാണെന്ന് ആരും പറയില്ല. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അഭിഭാഷകരുടെ നിര തന്നെ നമുക്കുണ്ട്. പക്ഷെ ആ അഭിഭാഷക സമൂഹത്തിന് തന്നെ കളങ്കം വരുത്തി വയ്ക്കുന്ന നിലയിലാണ് ചെറിയൊരു വിഭാഗം അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ഈ തരത്തിലുള്ള പ്രവർത്തനമുണ്ടായത്. മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച സംഭവത്തിൽ അന്വേഷണം DCPക്ക്. DCP വിക്രമനാണ് അന്വേഷണ ചുമതല. മാധ്യമപ്രവർത്തകർ ADGP സന്ധ്യയ്ക്ക് നൽകിയ പരാതിയെ തുടർന്ന് തീരുമാനം. വഞ്ചൂർ കോടതി പരിസരത്താണ് അധിക്ഷേപിച്ച് പോസ്റ്റർ പതിച്ചത്.
EP ജയരാജൻ ഇല്ലാത്ത കുടുംബക്ഷേത്രത്തെ വിഷയമാക്കി മാതൃഭൂമി പത്രത്തിൽ കാർട്ടൂൺ വരച്ചതിൽ കാർട്ടൂണിസ്റ്റ് ഗോപി കൃഷ്ണൻ ഖേദം പ്രകടിപ്പിച്ചു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നടന്ന ചർച്ചയിലാണ് ഗോപി കൃഷ്ണൻ തനിക്ക് പറ്റിയ തെറ്റ് ഏറ്റുപറഞ്ഞത്. EP വനം വകുപ്പിനോട് സൗജന്യമായി തേക്കുമരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിൽ ജയരാജൻ ഇല്ലാത്ത കുടുംബക്ഷേത്രത്തെ ആസ്പദമാക്കിയായിരുന്നു കാർട്ടൂൺ. ഓൺലൈൻ പത്രങ്ങളിൽ വരുന്ന വാർത്ത നോക്കിയാണ് ഇപ്പോൾ കാർട്ടൂണുകൾ വരയ്ക്കുന്നതെന്നും കുടുംബക്ഷേത്രം എന്ന് അതിനാലാണ് കണ്ടതെന്നും ഗോപികൃഷ്ണൻ വ്യക്തമാക്കി. ജമ്മുകശ്മീരിൽ നിന്ന് പാക് ചാരനെ സുരക്ഷാസേന പിടികൂടി. ഇയാളുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ സിം കാർഡുകളും ഇന്ത്യയുടെ സൈനിക വിന്യാസം സംബന്ധിച്ച ഭൂപടവും പിടിച്ചെടുത്തു. ബാരാമുള്ളയിൽ നിന്ന് 2 തീവ്രവാദികളെയും പിടികൂടിയിട്ടുണ്ട്. അതേസമയം ഇന്നലെ രാത്രി വീണ്ടും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. മിലിറ്ററി ഇന്റലിജൻസിൽ നിന്ന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സാംബ മേഖലയിൽ നിന്ന് പാക് ചാരനെ പിടികൂടിയത്. ജമ്മു ജില്ലയിലെ അർണിയ മേഖലയിൽ നിന്നുള്ളയാളാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 2 പാകിസ്ഥാൻ സിം കാർഡുകൾ, ഇന്ത്യയുടെ സൈനിക വിന്യാസം രേഖപ്പെടുത്തിയ ഭൂപടം, 2 മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെടുത്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടെ ബാരാമുള്ള മേഖലയിൽ സൈന്യം നടത്തിയ തിരച്ചിലിലാണ് 2 ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ പിടിയിലായത്. AK-47 തോക്കുകളും ഗ്രനേഡുകളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ആർഎസ്പുര മേഖലയിലാണ് പാക് സേന വെടിയുതിർത്തത്. ഇന്ത്യൻ ആക്രമണത്തിൽ 7 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് സൈന്യം. ന്യൂസ് ബ്യൂറോ, ദില്ലി.